കപ്പ് മിക്സിയുടെ ജാറിലേക്ക് 2 കാന്താരി മുളക് അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇഞ്ചിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഒരു പിടി അളവിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് നമ്മൾ അതിൻ്റെ നീര് അരിച്ചെടുത്ത് ട്രേയിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് 2 ക്യൂബ്. അതിൽ നമ്മൾ ഉപ്പൊന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ലോണം നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയും ഉണ്ട് കേട്ടോ. നിങ്ങൾ നെല്ലിക്ക അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 നെല്ലിക്ക, വലുതാണെങ്കിൽ 2 ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ഇത് അരഞ്ഞെടുക്കാനായിട്ട് ഒരു ഇത്തിരി തൈരും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ വലിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അത് നന്നായി അരഞ്ഞാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കപ്പിൽ അരച്ചത്. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തൈര്, നമുക്ക് 3 ആൾക്ക് ആവശ്യത്തിനുള്ളതാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്നത്. തൈര് കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുത്ത് ഇതുപോലെ ഒരു കപ്പിലേക്ക് ഒഴിച്ച് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് 6 മണിക്കൂർ നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 6 മണിക്കൂറിന് ശേഷം നമ്മളിതിനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം തന്നെ ഈ ഒരു സംഭാരക്കൂട്ട് ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല സോഡയാണ്. നമ്മൾ സംഭാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൈജഷൻ പ്രശ്നം അതുപോലെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.